ഹായ് എവരിവൺ, വെൽക്കം ടു ആംഗ്ലേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS റൈറ്റിംഗ് ടാസ്ക് 2 ആണ്. അക്കാഡമിക്കാർക്കും ജനറലുകാർക്കും ഒരുപോലെ ബാധകമായ റൈറ്റിംഗ് ടാസ്ക് 2. റൈറ്റിംഗ് ടാസ്ക് 2ൻ്റെ റൂൾസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ഓർച്ചെടുക്കാനായിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. 40 മിനിറ്റാണ് IELTS റൈറ്റിംഗ് ടാസ്ക് 2 എഴുതാനായിട്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സമയം. 40 മിനിറ്റിനിടയിൽ 250 വേർഡ്സ് ഉള്ള എസ്സേ നിങ്ങൾ എഴുതണം. ടാസ്ക് 1ന് 33% വെയിറ്റേജ്, ബാക്കിയുള്ള 67% വെയിറ്റേജാണ് IELTS റൈറ്റിംഗ് ടാസ്ക് 2ന് വരുന്നത്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും IELTS റൈറ്റിംഗ് ടാസ്ക് 2ന് നിങ്ങളോട് ചോദിക്കുക. ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ 6 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. എഗ്രി, ഡിസഗ്രി, ഡിസ്കസ് ബോത്ത് വ്യൂസ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എസ്സേ, അഡ്വാൻറ്റേജ് ഔട്ട്വേർഡ് ഡിസഡ്വാൻറ്റേജ് എസ്സേ, കോസ്റ്റ് എഫക്റ്റ് സൊല്യൂഷൻ എസ്സേ ആൻഡ് ഫൈനലി ഡബിൾ ക്വസ്റ്റ്യൻ എസ്സേസ്. ഇത്രയും മോഡലുകൾ നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മോഡൽ എന്ന് പറയുന്നത് എഗ്രി ഡിസഗ്രി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു എഗ്രി ഡിസഗ്രി ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. മെനി എംപ്ലോയീസ് വർക്ക് അറ്റ് ഹോം വിത്ത് മോഡേൺ ടെക്നോളജി. സം പീപ്പിൾ ക്ലെയിം ദാറ്റ് ഇറ്റ് ക്യാൻ ബെനിഫിറ്റ് ഓൺലി ദ വർക്കേഴ്സ്, നോട്ട് ദി എംപ്ലോയീസ്. ഡു യു എഗ്രി ഫോർ ഡിസഗ്രി? ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മെയിൻ റൈറ്റിംഗ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ 5 പാരഗ്രാഫായിട്ടാണ് നമ്മുടെ എഗ്രി ഡിസഗ്രി എസ്സേയുടെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ, പിന്നെ ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, ബോഡി പാരഗ്രാഫ് 3 ആൻഡ് ഫൈനലി ദ കൺക്ലൂഷൻ. ആൻഡ് ഓരോ പാരഗ്രാഫിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായ കമ്പോണൻസ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ 3 കാര്യങ്ങളാണ് വരുന്നത്: ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, പാരഫ്രൈസിങ് ആൻഡ് മൈ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. അതെന്താണെന്നതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം വരുന്നതാണ് ബോഡി പാരഗ്രാഫ് 1. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യത്തിൽ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കുമല്ലോ, എഗ്രി ആണോ ഡിസഗ്രി ആണോ എന്നൊക്കെ. സോ എഗ്രി ആണെങ്കിൽ എന്തുകൊണ്ട് എഗ്രി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ പോയിന്റ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ എക്സാമ്പിൾ. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ബോഡി പാരഗ്രാഫ് 2. അവിടെ എന്തുകൊണ്ട് നിങ്ങൾ എഗ്രി ഓർ ഡിസഗ്രി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ട്രോങ് പോയിന്റ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ എക്സാമ്പിൾ. എക്സ്പ്ലനേഷൻ ഒരു 2-3 സെൻറ്റൻസ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് സ്കോറിംഗ് കിട്ടുന്നതായിട്ട്. ഇതിന് ശേഷമുള്ള ഒരു ഓപ്ഷണൽ പാരഗ്രാഫാണ് ബോഡി പാരഗ്രാഫ് 3. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് എഴുതിയാൽ ഒരു പക്ഷേ 250 വാക്കുകൾ തേക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു സഹായകമാകും. സോ ഈ ഓപ്ഷണൽ ബോഡി പാരഗ്രാഫ് 3ൽ നമ്മൾ മെയിനായിട്ട് എഴുതേണ്ടത് ഒപ്പോസിങ് പോയിൻ്റ് ആണ്. അതായത് നിങ്ങൾ 2 പാരഗ്രാഫ് എഗ്രി ചെയ്തു എന്ന് വിചാരിക്കുക, എന്നിരുന്നാലും ഇതിന് മറ്റൊരു സൈഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പാരഗ്രാഫ് നമ്മൾ എഴുതുന്നത്. 2-3 സെൻറ്റൻസ് മാക്സിമം ഇവിടെ ഉപയോഗിക്കേണ്ടതുള്ളൂ, അതിൽ കൂടുതൽ എഴുതേണ്ട ഒരു ആവശ്യമില്ല. ഫൈനലി ദ കൺക്ലൂഷൻ പാരഗ്രാഫ്. കൺക്ലൂഷൻ പാരഗ്രാഫ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സമ്മറി ഓഫ് ബോത്ത് പോയിൻറ്റ്സും നമ്മുടെ സൈഡുമാണ് ഇവിടെ കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടത്. കൺക്ലൂഷൻ പാരഗ്രാഫിന് അനാവശ്യമായിട്ട് ലെങ്ത് കൂട്ടുന്നില്ല എന്ന് ഉറപ്പാക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് കൃത്യമായിട്ട് ഒരു IELTS റൈറ്റിംഗ് ടാസ്ക് 2 എഗ്രി ഡിസഗ്രിയുടെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൽ തന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഞാൻ മുന്നേ പറഞ്ഞു 3 കമ്പോണൻസ് ഉണ്ട്: ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, പാരഫ്രൈസിങ് ആൻഡ് മൈ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതെങ്ങനെ എഴുതുമെന്ന് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മെനി എംപ്ലോയീസ് വർക്ക് അറ്റ് ഹോം വിത്ത് മോഡേൺ ടെക്നോളജി. സം പീപ്പിൾ ക്ലെയിം ഇറ്റ് ക്യാൻ ബെനിഫിറ്റ് ഓൺലി ദ വർക്കേഴ്സ്, നോട്ട് ദ എംപ്ലോയേഴ്സ്. ഇന്നത്തെ കാലത്ത് കുറേ തൊഴിലാളികൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. സോ ചിലർ പറയുന്നത് ഇതുകൊണ്ടുള്ള ഗുണം തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ വർക്കേഴ്സിന് മാത്രമേ കിട്ടുന്നുള്ളൂ, അവരുടെ മുതലാളിമാർക്ക്, എംപ്ലോയീസിന് കിട്ടുന്നില്ല എന്നാണ്. സോ ഡു യു എഗ്രി ഓർ ഡിസഗ്രി എന്നാണ് ചോദ്യം. സോ ഈ ഒരു ചോദ്യത്തിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് എങ്ങനെ എഴുതുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതുന്നത്. ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ചോദ്യത്തിലൊരു ടോപ്പിക്ക് വന്നിട്ടുണ്ടാവും. ഇൻ ദിസ് കേസ് വർക്ക് അറ്റ് ഹോം, അല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലത്തെ വർക്ക് കൾച്ചറിനെ പറ്റിയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഇൻ ദിസ് കേസ് വട്ട് യു ഹാവ് ടു റൈറ്റ് ഈസ്, ചോദ്യത്തിലുള്ള ടോപ്പിക്കിനെ കുറച്ചുകൂടി പ്രസൻറ്റ് കാലഘട്ടവുമായി കണക്ട് ചെയ്ത് ഒരു ജനറൽ സെൻറ്റൻസ് എഴുതുക. ഒരു എക്സാമ്പിൾ കണ്ടു കഴിയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വായിക്കാം. ദ പ്രാക്ടീസ് ഓഫ് വർക്ക് അറ്റ് ഹോം ഈസ് ബിക്കമിങ് എ കോമൺ ഫിനോമിനൻ ദീസ് ഡേയ്സ്. വർക്ക് അറ്റ് ഹോം എന്നുള്ള ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ശീലം ഇന്നൊരു സാധാരണ പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. വേറെ കൂടി വായിക്കാം. The COVID pandemic has revolutionized the work culture of people in the recent years. നമുക്ക് എല്ലാവർക്കും അറിയാം 2020 പെട്ടെന്ന് എല്ലാവരും കോവിഡ് കാരണം വീട്ടിലോട്ട് മാറിയെന്നതും വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത്. സോ ആ ഒരു പാൻഡമിക് വലിയൊരു വിപ്ലവം ആൾക്കാരെ ജോലി ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മൾ വർക്ക് അറ്റ് ഹോമിലേക്ക് കണക്ട് ചെയ്യുവാണ്. സോ ഈ 2
സ്റ്റേറ്റ്മെൻറ്റ്സിനെ പ്രോപ്പറായിട്ടൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. ആഫ്റ്റർ റൈറ്റിംഗ് ദ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാരഫ്രൈസിങ് ദ ക്വസ്റ്റ്യൻ ആണ്. റീറൈറ്റിംഗ് ദ ക്വസ്റ്റ്യൻ എന്ന് നമ്മളിതിനെ വിളിക്കാറുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യത്തിൽ കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. ആ അഭിപ്രായം മറ്റു വാക്കുകളിലേക്ക് റീറൈറ്റ് ചെയ്യുന്നതിനാണ് പാരഫ്രൈസിംഗ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് കൃത്യമായിട്ട് എക്സാമ്പിൾ നോക്കാം. സം പീപ്പിൾ ക്ലെയിം ഇറ്റ് ക്യാൻ ബെനിഫിറ്റ് ഓൺലി ദ വർക്കേഴ്സ് നോട്ട് ദ എംപ്ലോയേഴ്സ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പാരഫ്രൈസ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു ഇതുകൊണ്ടുള്ള ഗുണം തൊഴിലാളികൾക്ക് മാത്രമേ ഉള്ളൂ, മുതലാളിമാർക്ക് അല്ലെങ്കിൽ എംപ്ലോയേഴ്സിന് ഇല്ല എന്ന്. അതിൻ്റെ പാരഫ്രൈസിംഗ് ഏകദേശം ഇതുപോലെ ഇരിക്കും. വൺ പർട്ടിക്കുലർ പെർസ്പെക്റ്റീവ് ഈസ് ദാറ്റ് only the employees are getting benefited due to this and the owners are not getting anything at all. അതായത് ഇവിടെ പറയുന്നത് ഒരു പ്രത്യേക കാഴ്ചപ്പാട് എങ്ങനെയാണ് only the employees are getting benefited. അവിടെ വർക്കേഴ്സ് എന്ന് പറഞ്ഞു, നമ്മളിവിടെ എംപ്ലോയീസ് എന്ന് പറഞ്ഞു. due to this and the owners are not getting anything at all. അവിടെ എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞു, ഇവിടെ ഓണേഴ്സ് എന്ന് പറഞ്ഞു. സോ കൃത്യമായിട്ട് നമ്മുടേതായ സിനോണിംസ് ആഡ് ചെയ്ത് നമ്മൾ റീറൈറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രക്രിയയാണ് പാരഫ്രൈസിംഗ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ലാസ്റ്റ്ലി മൈ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ 2 തവണ കാണിച്ചു തന്നു. 2 തവണയും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു അഭിപ്രായം ഉണ്ടായി കാണും. നിങ്ങൾ എഗ്രി ആണോ നിങ്ങൾ ഡിസഗ്രി ആണോ എന്നുള്ളത്. സോ ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ നമ്മൾ ഏത് സൈഡാണ് ചൂസ് ചെയ്യുന്നത് വ്യക്തമാക്കേണ്ടത് വളരെ ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ കൃത്യമായി രേഖപ്പെടുത്താനുള്ള ഒരു സ്പേസ് ആണ് മൈ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ സെൻറ്റൻസും ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. ആസ് ഫാർ ആസ് ഐ എം കൺസേൺ, എൻ്റെ അഭിപ്രായത്തിൽ ഇൻ മൈ ഒപ്പീനിയൻ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ആസ് ഫാർ ആസ് ഐ എം കൺസേൺ ദ സ്റ്റേറ്റ്മെൻറ്റ് സീംസ് ഫാർ ഫ്രം ട്രൂ. സത്യത്തിൽ നിന്ന് അകലെയാണ് എന്ന് വെച്ചാൽ എന്താ, ഡിസഗ്രി ചെയ്യുവാണ്. ഐ എം നോട്ട് എഗ്രിയിങ് വിത്ത് ദിസ്. സോ ഇൻ മൈ ഒപ്പീനിയൻ ഐ ഡിസഗ്രി എന്നുള്ളതിൻ്റെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനോണിംസ് ആഡ് ചെയ്തിട്ടുള്ളൊരു ഫ്രേസിംഗ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ മൈ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന പാർട്ടും ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അവസാനം എഴുതേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നേരം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഫസ്റ്റ് പാരഗ്രാഫ് എങ്ങനെ എഴുതുന്നതാണ്, പക്ഷേ അത് വളരെ ബ്രീഫായിരുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതെങ്ങനെ എഴുതണമെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ഈ കാണുന്ന ലിങ്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ ചെക്കൗട്ട് ചെയ്തത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ്, പക്ഷേ ഇതിന് ശേഷം ബോഡി പാരഗ്രാഫുകളുണ്ട്. സോ ആദ്യമേ നമ്മൾ പറഞ്ഞു നമ്മൾ എഗ്രി ചെയ്യുകയാണോ ഡിസഗ്രി ചെയ്യുകയാണോ നോക്കിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ബോഡി പാരഗ്രാഫ് 1, 2, 3 എഴുതേണ്ടത്. ഇവിടെ കൃത്യമായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈഡ് ഡിസഗ്രിയും കാണാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് ഞാൻ സ്ഥാപിക്കാൻ നോക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ ബോഡി പാരഗ്രാഫിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് സിൻസ് പീപ്പിൾ ആർ വർക്കിംഗ് ഫ്രം ഹോം അല്ലെങ്കിൽ സിൻസ് ദ എംപ്ലോയീസ് ആർ വർക്കിംഗ് ഫ്രം ഹോം, എംപ്ലോയറിന് കുറേ കോസ്റ്റുകൾ കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിൽഡിംഗ് റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ഫർണിച്ചർ, അതർ യൂട്ടിലിറ്റീസ്, അങ്ങനെ ഇവൻച്വലി ഇതിൻ്റെ സേവിങ്സ് കിട്ടുന്ന ആർക്കാണ്, എംപ്ലോയേഴ്സിനാണ്. സോ ഇതാണ് കൃത്യമായിട്ടുള്ള ഫസ്റ്റ് പോയിന്റ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ബോഡി പാരഗ്രാഫ് 2 ഇത് നമ്മൾ എഴുതാൻ പോകുന്നത് ഡിസഗ്രിയിങ് സൈഡിൻ്റെ മറ്റൊരു പോയിൻ്റാണ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് അറ്റ് ഹോം ആയതുകൊണ്ട് തന്നെ എംപ്ലോയേഴ്സിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല എക്സ്പേർട്സിനെ ഹയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവൻച്വലി അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും അതിൻ്റെ ഗുണവും കിട്ടാൻ പോകുന്നത് എംപ്ലോയർക്ക് തന്നെയാണ്. അതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷനും എക്സാമ്പിളും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈനലി ബോഡി പാരഗ്രാഫ് 3 അവിടെ നമ്മൾ ഒപ്പോസിങ് പോയിൻ്റാണ് എഴുതുന്നത്. അതായത് ഞാൻ മുന്നേ ഇതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ഓപ്ഷണൽ ആണെന്നുള്ളതും 1-2 സെൻറ്റൻസുകൾ മതി എന്നുള്ളതും. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ടൊരു സ്മോൾ പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻസ് പീപ്പിൾ ആർ വർക്കിംഗ് ഫ്രം ഹോം, എംപ്ലോയേഴ്സിന് നല്ല രീതിയിൽ അവരെ മാനേജ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും പറ്റിയെന്ന് വരില്ല. സോ ഇങ്ങനൊരു ലാക്ക് ഓഫ് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ വരുന്നത് കൊണ്ട് കുറേ നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടായേക്കാവുന്നതാണെന്നാണ് നമ്മുടെ ഈ പോയിന്റ് നമ്മൾ പറയുന്നത്. ലാസ്റ്റ്ലി കൺക്ലൂഷൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇതുപോലത്തെ വർക്ക് അറ്റ് ഹോം പ്രാക്ടീസുകൾ കൊണ്ട് എംപ്ലോയേഴ്സിന് നല്ല രീതിയിൽ ഗുണമുണ്ടാവുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെന്നുള്ളത്. സോ ഇതുപോലെ നിങ്ങളുടെ 2 പോയിന്റുകളുടെയും സമ്മറിയാണ് കൃത്യമായ കൺക്ലൂഷനിൽ പറയേണ്ടത്. അതിൻ്റെ ഒരു ഐഡിയൽ വെർഷനാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സോ ഇനിയും നമ്മൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ്. സോ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഐ വിൽ സീ യു നെക്സ്റ്റ് വീക്ക്.